കുറച്ചുകൊണ്ട് വരാം അല്ലേ? അപ്പോൾ ഇതാ വന്ന് കയറിയുള്ളൂ കേട്ടോ. ഞാനും കൊടു വന്ന് കയറി. ഒന്ന് കഴുകുപോലും ചെയ്തിട്ടില്ല. നാളെ കൊടുവിൻ്റെ അംഗനവാടിയിൽ ഓണപ്പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കാളനാണ്. ഓരോ കുട്ടികളും ഓരോ വീട്ടിൽ നിന്ന് ഓരോ രക്ഷിതാക്കൾ ഓരോ കറികൾ ഓരോന്നുണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യണത്. അംഗനവാടിയിൽ നിന്ന് അല്ലാതെ എല്ലാം കൂടെ കഴിയില്ലല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കാളൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് കേട്ടോ. കാരണം കാളനാകുമ്പോൾ രാത്രി ആക്കി വെക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചു കാളൻ ഉണ്ടാക്കണം. പിന്നെന്താ, പിന്നെ അലക്കി വെച്ച തുണി രാവിലെ അലക്കി വെച്ച് പോയിട്ടുള്ളൂ, അത് വിരിച്ചിട്ടിട്ടില്ല. പിന്നെ അടിച്ചു വരാനും പണികളൊക്കെ ഉണ്ട്. വന്ന് കയറിയുള്ളൂ. വെള്ളത്തിന് നല്ല ദാഹിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുടിക്കട്ടെ. എൻ്റെ ക്ലാസ് കണ്ടോ ഇവന്മാർ. ഞാൻ അന്ന് വീട്ടിൽ അച്ഛന് സുഖമില്ലാതെ പോയില്ലേ, അന്ന് ഇവർ വന്നിട്ട് എൻ്റെ ക്ലാസ് പൊട്ടിച്ചു. ക്ലാസ്സിൻ്റെ പിടി ഇപ്പോൾ ഇത്ര പിടിയുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വലിയ കാണാം. പിന്നെ ഇനിയിപ്പോൾ ഈ സാരി മേത്തിട്ട് ഇറങ്ങൂലേന്ന് വിചാരിക്കണ്ട കേട്ടോ. എനിക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് കിട്ടുന്നുള്ളൂ. പിന്നെ സ്കൂളിൽ പോയിരുന്ന കാലത്തൊക്കെ സാരി ഉടുത്തിരുന്നു കേട്ടോ. പോലെ ചുരിദാറൊക്കെ ഇട്ട് സ്കൂളിൽ പോകാമെന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് ഇഷ്ടം സാരി ഉടുത്ത് പോകണം തന്നെയായിരുന്നു കേട്ടോ. സ്കൂളിൽ വർക്ക് ചെയ്തിടത്തോളം കാലം സാരി ഉടുത്താണ് പോയത്. ഇപ്പോൾ കുറേ ആയിട്ട് ചുരിദാറിട്ട് തന്നെയാണ് പോകാറ്. പിന്നെ കിട്ടിയപ്പോൾ ഒന്ന് കിട്ടുമെന്നേ ഉള്ളൂ കേട്ടോ. ഇഷ്ടം കൊണ്ട് ആ പഴയ ഓർമ്മകളൊക്കെ ഒരു സുഖം. അപ്പോൾ ഒന്ന് കുളിച്ചൊക്കെ റെഡിയായി വന്നിട്ട് കാണാം കേട്ടോ. ഓക്കേ കൊടു കുഞ്ഞ്, ആ വാലുറക്ക്. നമ്മളെ പൂവ് എന്തായി? പൂവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുമ്പൊന്നും ആയില്ല. തുളസി, തെച്ചി, ചെമ്പരത്തി പൂവൊക്കെ കുറവാണ്. പോ ഉണങ്ങിയ തുണികളാണ്, ഉണങ്ങിയ തുണികൾ. ഇനി ഇന്നത്തെ വിരിച്ചിടണം. തുണിയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ വേഗം അകമൊക്കെ അടിച്ച് വാരി വിളക്ക് കത്തി. അപ്പോഴത്തേക്ക് സന്ധ്യ ആയില്ല. 6 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം വിളക്ക് കത്തിക്കാൻ നോക്കണം. അപ്പോൾ അതുകൊണ്ട് മടക്കൽ പിന്നെ രാത്രിയാണ് കേട്ടോ. പിന്നെ വേഗം തുണിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്കും ഇന്നലെ വന്നപ്പോൾ കൂടും അച്ഛ വന്നമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഓടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലി. അപ്പോൾ വേറെ അധികം പണികളൊന്നുമില്ല. അപ്പോൾ വേഗം മേലൊക്കെ കഴുകിയിട്ട് കറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്ന പാട് കാളൻ കറീൻ്റെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ആണ് വലിയച്ഛൻ സുഖമില്ലാതെ കുറച്ച് ദിവസമായിട്ടോ. ആശുപത്രിയിലായപ്പോൾ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് വലിയച്ഛനെ കാണാൻ പറ്റിയില്ല, ICUലായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് വീട്ടിൽ പോയി കണ്ട് പോരാന്ന് പറഞ്ഞേ. 7 മണിയല്ലേ കഴിഞ്ഞല്ലോ. അപ്പം പോയി വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പെട്ടെന്ന് ചോറായിട്ടുണ്ട്. പെട്ടെന്ന് മേലൊക്കെ കഴുകി വന്നു. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. പോണ വഴി അധികമൊന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ. എന്തായാലും ഓണമല്ലേ. അപ്പോൾ ഓണത്തിനൊക്കെ പോകുമ്പോൾ ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി ആണല്ലോ നമുക്ക് പ്രധാനം. അതുകൊണ്ട് കുറച്ച് വാങ്ങിയിട്ടോ. പിന്നെ ലേശം പഴമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോയി. അങ്ങനെ ചെന്നപ്പോൾ വലിയച്ഛനോട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. വലിയച്ഛൻ വല്യമ്മയുണ്ട്. ഇത് എൻ്റെ അച്ഛൻ്റെ ഏട്ടനാണ് കേട്ടോ. ശ്വാസം മുട്ടാണ് അച്ഛന്. കുറേ ആയിട്ട് ശ്വാസം മുട്ടുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് അതുകൊണ്ട് അധികം ആക്കുമ്പോൾ അഡ്മിറ്റ് ആവും. ഹോസ്പിറ്റലിൽ പോകും, കുറച്ച് ദിവസം അഡ്മിറ്റ് ആവും. ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളച്ഛയും. അതായത് ചേട്ടൻ്റെ അച്ഛയ്ക്കും ഇതുപോലെ തന്നെ ശ്വാസം മുട്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഒരുപാട് അച്ഛൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ശ്വാസം മുട്ട് കാരണം. അസുഖത്തിൻ്റേതായ ബുദ്ധിമുട്ട് വല്ലാതെ. ഏതായാലും അത് അങ്ങനെ കഴിഞ്ഞ് അച്ഛ പോയി കേട്ടോ. ഇനിയിപ്പോൾ വലിയച്ഛന് ഇങ്ങനെയാണ് അവസ്ഥ. ഇപ്പം ഏടത്തിയമ്മയുണ്ട്, പിള്ളേർ 3 പേര്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞുവാവയുണ്ട് കേട്ടോ, കണ്ണൻ. ഭയങ്കര കളിയായിരുന്നു കേട്ടോ കൊടും കണ്ണനും കൂടെ. വലിയച്ഛന് നല്ല രസമാണ് കേട്ടോ. വലിയച്ഛൻ സംസാരിക്കുന്ന ഭയങ്കര കുറേ ചിരിക്കാനുണ്ടാവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് ചിരിക്കാൻ ഇഷ്ടം പോലെ അവസരമുണ്ട്. അങ്ങനെ വലിയച്ഛൻ കുറേ തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ കുറേ ചിരിച്ചിട്ടുണ്ട് കേട്ടോ.
പക്ഷേ എന്താണെന്ന് വെച്ചാൽ TV ഓഫാക്കാൻ മറന്നു പോയായിരുന്നേ. അതുകൊണ്ട് ഇനി എൻ്റെ സൗണ്ട് വരുമ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്താണ് കേട്ടോ. കുടു അച്ഛൻ കുറച്ച് നേരം ഞങ്ങളോട് വർത്താനം പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് അച്ഛൻ ശ്വാസം തടസ്സം ബുദ്ധിമുട്ടുണ്ടായിട്ട് പിന്നെ വേഗം ഓക്സിജനൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഇരുന്നിട്ട് കുറച്ച് നേരം ഓക്സിജൻ വെച്ച് ഇരിക്കുമ്പോൾ ഒരാശ്വാസം ഉണ്ടാവും. ഒരുപാട് നേരം സംസാരിക്കുമ്പോഴത്തേക്കും ഓക്സിജൻ്റെ അളവ് പറ്റാൻ കുറഞ്ഞു. അപ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം തടസ്സം വരും. അങ്ങനെ പിന്നെ ഇതാ ഇവർ ഭയങ്കര കളിയാണ് കേട്ടോ. കണ്ണനും കൊടും ചേച്ചിമാരും. ഞാൻ അടുത്ത് പോയി പന്ത് കളിക്കടാ. എന്നെ തന്നെയാ നോക്കുന്ന കേട്ടോ. കുടുവിന് ചായ കുടിച്ചില്ല? പിടിച്ചോട്ടോ. ആ കുടു എടുക്ക്. കുടുവിന് എടുക്കാനാ. ആയി ആയി നോക്കുന്നു. ആള് മാറി. ഹായ് കണ്ണ് ടാറ്റ ഉണ്ടോ? ടാറ്റ ഉണ്ടോ ഞങ്ങൾക്ക്? ടാറ്റ ഉണ്ടാ? അക്കുടു ടാറ്റ. അക്കുടു ടാറ്റ. ടാറ്റ. ഞങ്ങൾ പോയി വന്നു കേട്ടോ. കുടുന്റെ കൂട്ടുകാര് ഞാൻ കാണിച്ചു തരണോ? ഇതാരാ? ഇതാരാ? കറി ഉണ്ടാക്കണ്ടേ? കാളൻ. കുടുന് കാളൻ കൊണ്ടുണ്ട് നാളെ. ഞാൻ വാഴയ്ക്കായിരുന്നു കേട്ടോ വാങ്ങിയത്. വാങ്ങാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി വരുമ്പോഴേ 9 മണിയായിട്ടോ ഞങ്ങൾ വന്നപ്പം ഞാൻ വാഴയ്ക്ക തൊലി ഒളിച്ച് വാഴയ്ക്ക മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ട് വാഴയ്ക്ക വേവിച്ചു കേട്ടോ. വേവിച്ച് പിന്നെന്താ തേങ്ങയിൽ നമ്മൾ സാധാരണ പോലെ തന്നെ കറിവേപ്പിലയും ജീരകവും ഉള്ളിയൊക്കെ ചേർത്തിട്ട് വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് പിന്നെ പച്ചമുളക് അതിൽ അരച്ചിട്ടില്ല കേട്ടോ. ചേർത്തിട്ടാണ് അത് കുക്കറിലൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. കുക്കറാണല്ലോ അടി ഇടിയൊക്കെ ആണല്ലോ ചരണം. 4 അടി 4 പൊടി കറി റെഡി അല്ലേ? അപ്പോൾ അങ്ങനത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇതെല്ലാം ചേർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു കുക്കറിൽ വേവിച്ചെടുത്തു. പിന്നെ അതിലേക്ക് ഈ പറഞ്ഞ പോലെ അരച്ചെടുത്തിട്ട് ഈ അരപ്പ് വറവിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ വീട്ടിൽ. പിന്നെ ഞാൻ ആ സമയത്ത് 9:30 കഴിഞ്ഞു തൊട്ട് മുമ്പത്തെ വീട്ടിൽ നിന്ന് കറിവേപ്പില വാങ്ങിക്കൊണ്ട് വരുമ്പോൾ കേട്ടോ. പിന്നെ വറവിലേക്ക് ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നതെന്ന് അറിയാം. ഞാൻ ഈ ഓഡിയോ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ ജോലി സ്ഥലത്ത് ഇരുന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രീ കിട്ടുന്ന സമയത്താണ് ഓഡിയോ കൊടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വരും അപ്പോൾ ഞാൻ കട്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ഇടില്ല. വറവിലേക്ക് മുളക് പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ലേശം മുളക് പൊടി ഇടുന്നത് അപ്പോഴേ രുചിയുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനെന്ത് ചെയ്തു തേങ്ങയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ലേശം മുളക് പൊടി ഇട്ടത്. മറന്നു പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ എന്താ പറയുക തേങ്ങ ശരിക്കും ഇതാവണം. അതിന് ശേഷമാണ് ഞാൻ കഷ്ണമൊക്കെ ഇട്ടത്. അത്രയും നേരമൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നല്ലപോലെ നല്ലപോലെ തേങ്ങ തിളച്ച് നല്ലപോലെ ഒരു മയം ആയതിന് ശേഷമാണ് കഷ്ണങ്ങളിട്ടത് കേട്ടോ. അങ്ങനെ പിന്നെ മോരൊഴിച്ചതിന് ശേഷം പിന്നെ തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ വല്ലാതെ തളയൊന്നും വന്നില്ല. ചെറിയൊരു ഇത് വന്നിട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കറി ആയി കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിനോട് ഒന്ന് നോക്കാൻ പറഞ്ഞേ. അപ്പം മൂപ്പര് നോക്കിയിട്ട് പറയും ഇത് ശരിയായില്ല, ഇത് ഉപ്പ് കൂടുതലാണ് കേട്ടോ. എന്നെ മൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്.
അപ്പോൾ കുടു പറഞ്ഞു അമ്മ ഞാൻ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ കുടു പറഞ്ഞു സൂപ്പർ അമ്മ എന്ന് പറഞ്ഞിട്ടോ കുടു എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെയും ചോദിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ. കുടു ഇങ്ങനെ കൊട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാവരും ചീത്തയെന്ന് പറഞ്ഞാൽ കുടു എപ്പോഴും പറയും സൂപ്പറാന്ന്. ഈശ്വര അറിവാകുന്നത് വരെയുള്ളല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. അങ്ങനെ അടിപൊളി സൂപ്പർ കറിയൊക്കെ ആക്കി ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. വറവിട്ടത് കാണിച്ചില്ല കേട്ടോ. കറിവേപ്പില അപ്പോഴത്തേക്കും തീർന്നിട്ടുണ്ടായിരുന്നു. ഉള്ള കറിവേപ്പിലയും വറ്റൽമുളകും കടുകൊക്കെ ഇട്ടിട്ട് ഞാൻ വറവിട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ കറി വറവിടാറില്ല. എൻ്റെ കെട്ടിയവൻ എപ്പോഴും എന്നെ വിഷ്കത്തിയാന്ന് പറഞ്ഞിട്ട് ഞാൻ വറവിടാറില്ല. തേങ്ങ അരച്ച കറിയിൽ പിന്നെ വറവിടേണ്ട കാര്യമില്ല എന്ന് പറയും കേട്ടോ ഞാൻ. പിന്നെ അത്യാവശ്യം അരം വരുന്നുണ്ടെങ്കിൽ മാത്രമേ വറവിടാറുള്ളൂ. ഇനി കറി ഒഴിവാക്കി അലുമിനിയം പാത്രത്തിൽ ആ മോര് കറി വെക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി. എനിക്ക് മൺചട്ടി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ മാറ്റി കഴിഞ്ഞപ്പോൾ ആ ചട്ടി കൊണ്ട് കളയാൻ എനിക്ക് കഴുകുമ്പോഴും അത്രയും കറി പോവുമല്ലോ. ആ കറിയും കൂടെ കളയാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ആ ചട്ടിയിലും കൂടെ ഒരു പിടി ചോറിട്ടിട്ട് വാരി അങ്ങ് തിന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ ഒരു ലേശം കഴിച്ചിട്ടില്ല, ഒരുപാട് തിന്നിട്ടില്ല കേട്ടോ. തടി കുറയ്ക്കാനാണ് ലക്ഷ്യം. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് സമാധാനമായിട്ട് ഒരിടത്ത് പോയി കിടന്നു. പിന്നെ കുറച്ച് നേരം പുസ്തകം നോക്കിയിട്ടോ, കുറച്ച് നേരം മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അധികം നേരം ഒന്നും ഇരുന്നിട്ടില്ല. കുടു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക പെട്ടെന്ന് കിടന്നു. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചങ്കുകൾക്ക് താങ്ക് യു.